എല്ലാ ദിവസവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു രാവിലെ 10 മണിവരെയെങ്കിലും കിടന്നുറങ്ങണമെന്ന് കേട്ടോ എൻ്റെ ജീവിതാഭിലാഷം. പക്ഷേ എല്ലാ ദിവസമൊന്നും നടക്കത്തില്ലെങ്കിലും ആഴ്ചയിലൊരു 2-3 തവണയായിട്ട് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നടക്കുന്നുണ്ട്. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞ് വെള്ളം കൂടി ഷീറ്റ് മടക്കൽ അങ്ങനെ 1-2 ഡെയിലി റൊട്ടീനൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട്. അടുക്കളയിൽ നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഇന്ന് ഇവക്കും ഓഫായിരുന്നു കേട്ടോ. ഇവക്കും കൂടെ ഓഫാണെങ്കിൽ പിന്നെ പറയണ്ട. നമ്മൾ വീട്ടിലൊക്കെ അമ്മയുടെ അടുത്ത് അമ്മ കഴിക്കാൻ എന്തുണ്ട് എന്ന് ചോദിച്ചിട്ട് അടുക്കളയിലോട്ട് ചെല്ലില്ലേ, അതുപോലാണ് കേട്ടോ. എല്ലാം റെഡി ആയിട്ടുണ്ടാകും രാവിലെ തന്നെ. എനിക്ക് വന്നങ്ങ് കഴിക്കേണ്ട താമസമേ ഉള്ളൂ. കാരണം അവളെന്നെ പോലെ 10 മണി വരെ കിടന്നുറങ്ങുന്ന ശീലമൊന്നുമില്ല. ഡ്യൂട്ടി ആണെങ്കിലും ഓഫാണെങ്കിലും അവളൊരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും എണീക്കും. പിന്നെ കുറച്ച് നേരം കട്ടിലിലൊക്കെ കിടക്കും. എന്തായാലും ഒരു 8-8:30 കൂടെ അവൾ അടുക്കളയിൽ കയറി ജോലിയൊക്കെ തുടങ്ങും കേട്ടോ. എന്നെയും കാത്തിരിക്കാനാണെങ്കിൽ ആ കാത്തിരിപ്പ് അവളെ മുഷിപ്പിക്കത്തേ ഉള്ളൂ. കാരണം എന്തായാലും ഞാൻ എണീക്കാൻ പോണില്ല. അവൾ വിശന്ന് ചാവുകയും ചെയ്യും. കാരണം നമ്മൾ ഉറങ്ങി കിടക്കുന്ന കാരണം നമുക്ക് അത്രയും വിശപ്പ് തോന്നൂലല്ലോ. സത്യത്തിൽ ഇവളല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നു എൻ്റെ കൂടെ താമസിച്ചിരുന്നെങ്കിൽ പണ്ടേ അവരെന്നെ ചവിട്ടി പുറത്താക്കിയാനാട്ടോ എൻ്റെ ഈ സ്വഭാവത്തിന്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ നല്ലൊരു മടിച്ചിയാണെന്ന്, പ്രത്യേകിച്ച് അടുക്കളയിലെ പാചക കാര്യത്തിൽ. ഒരു വക ചെയ്ത് കൊടുക്കില്ല. ഇപ്പം ഇത്രയും ചെയ്തതും അവൾ ഒറ്റയ്ക്ക് തന്നെയാണ്. ഇനി അങ്ങോട്ട് ബാക്കി ചെയ്യാൻ പോകുന്നത് അവൾ ഒറ്റയ്ക്ക് തന്നെയാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ഇതുണ്ട്, ഉച്ചക്കത്തേക്ക് ചിക്കൻ കറിയും അതുപോലെ തന്നെ അവിയലും എല്ലാം റെഡിയാക്കിയിട്ടാട്ടോ അവൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയത്. ഇത്രയും ചെയ്തതിൻ്റെ അകത്ത് ഒരു കഷ്ണം പോലും ഞാൻ അരിഞ്ഞു കൊടുത്തിട്ട് പോലുമില്ല. കാരണം അവളെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത്. അതാണ് അവൾക്കിപ്പോൾ ഇഷ്ടം. കാരണം ഞാൻ എന്തായാലും ചെല്ലൂലെന്ന് അവൾക്കറിയാം. അപ്പോൾ പിന്നെ അവൾ എന്നെ അങ്ങനെ സഹായത്തിന് വിളിക്കാറുമില്ല കേട്ടോ. കുറ്റം പറയുന്നതല്ല കേട്ടോ. ഇന്ന് വെച്ച എല്ലാത്തിനും ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. രാവിലത്തെ ഗ്രീൻ പീസ് കറി ആയാലും അതുപോലെ അവിയലും ചിക്കനും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. ഇതുപോലൊരു ഫ്രണ്ടിനെ കിട്ടിയ ശരിക്കും ഞാൻ ലക്കിയല്ലേ. അപ്പോൾ ഇതുപോലെ ഭാഗ്യം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.